പ്രിയമുള്ളവരെ, ലോകത്ത് അനുകൂലമായി മഹത്വമുള്ള ഏതെല്ലാം ദിവസങ്ങളുണ്ടോ ആ ദിവസങ്ങളിൽ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർമ്മിക്കേണ്ടി വരും. ലോക മാതൃദിനമാണ് ഇന്ന് എന്ന് പറഞ്ഞാൽ മാതാവിന്റെ മൂല്യം ഇത്രമേൽ പറഞ്ഞ ഒരു നേതാവിനെ ലോകത്ത് കാണാനാവില്ല. ലോക പിതൃദിനം ഇന്നാണെന്ന് പറഞ്ഞാൽ പിതാവിന്റെ ബഹുമാനം ഇത്രമേൽ പറഞ്ഞ ഒരു നേതാവിനെയും വേറെ കാണാനുണ്ടാവില്ല. ഇന്ന് ലോക വനിതാ ദിനമാണെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഇത്രമേൽ അവകാശം വകവെച്ചു കൊടുത്ത ഒരു നേതാവിനെയും വേറെ കാണാനുണ്ടാവില്ല. ഇന്ന് ശിശുദിനമാണെന്ന് പറഞ്ഞാൽ ശിശുക്കളെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടതെന്ന് ചിട്ടയൊത്ത പരിപാലനത്തിന്റെ അധ്യായം പറഞ്ഞ വേറെ ഒരു നേതാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർശനത്തെ മറികടക്കില്ല. ഇന്നു ജലദിനമാണെന്ന് പറഞ്ഞാൽ വെള്ളം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായ നിയമനിഷ്ഠയോട് പറഞ്ഞ വേറെ ഒരു നേതാവിന് നമുക്ക് കാണാനുണ്ടാവില്ല. ഇന്ന് ആരോഗ്യ ദിനമാണെന്ന് പറഞ്ഞാൽ ആരോഗ്യ ദർശനങ്ങളെ പറഞ്ഞ വേറെ ഒരു നേതാവിനെയും കാണാം. ലോക അധ്യാപക ദിനമാണിന്നെന്ന് പറഞ്ഞാൽ ബുഇസ്തു മുഅല്ലിമാ എന്ന് വിളിച്ചു പറഞ്ഞ ഒരു നേതാവിനേക്കാൾ വലിയ നേതാവ് വേറെ ആരാണ് ഈ അധ്യായത്തിൽ വായിക്കാനുള്ളത്? ലോക വായനാ ദിനമാണെന്ന് പറഞ്ഞാൽ ഒരു മതത്തിന്റെ അടിസ്ഥാന പ്രമാണത്തെ ഇഖ്റ എന്ന് തുടങ്ങിയ ഒരു നേതാവ് വേറെ ആരാണ് ചരിത്രത്തിൽ നിന്ന് വായിക്കാനുള്ളത്? ഇങ്ങനെ ഏതേതു ദിനങ്ങൾ വായിക്കുമ്പോഴും അവിടെയെല്ലാം മുന്നിൽ നിൽക്കുന്ന നേതാവ് ആരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ തങ്ങളെ നമുക്ക് കിട്ടിയിട്ട് കൊണ്ടാടാൻ നമുക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് നേതാവായി ലഭിച്ചിട്ട് ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരുടെയും മുമ്പിൽ ഞങ്ങളുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് വേണ്ട വിധത്തിൽ പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? വേണ്ട വിധത്തിൽ അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതുകൊണ്ട് പ്രപഞ്ചത്തോട് മുഴുവനും വിളിച്ചു പറയണം, ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ മഹത്വമേറിയ മൂല്യങ്ങളെയും ഏറ്റവും ഉജ്ജ്വലമായ